പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതുമുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തിനാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത് എന്നൊരു ചോദ്യമായാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. വൈ ഷുഡ് ഐ കൺഫെസ്? കുമ്പസാരം എന്നൊരു ശുശ്രൂഷ എനിക്ക് എന്ത് നൽകുന്നു? അല്ലെങ്കിൽ വർഷാവർഷം സഭ പഠിപ്പിക്കുന്ന പോലെ ആണ്ട് കുമ്പസാരം ഞാൻ എന്തിന് നടത്തുന്നു? പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ പാടില്ല, കർത്തൃകോപം സാവധാനമേ വരൂ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കോപം, കർത്താവിൻ്റെ ദേഷ്യം സാവധാനമേ നമ്മുടെ മേൽ ഇറങ്ങി വരുത്തുള്ളൂ. അപ്പോൾ പാപം ഒരിക്കലും ഒരു അഹങ്കാരത്തിൻ്റെ കാരണമായി നമ്മൾ എടുക്കരുത്. പാപം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കർത്താവിൻ്റെ സ്നേഹമാണ് നിങ്ങളെ രക്ഷിച്ചു നിലനിർത്തുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കുമ്പസാരം മുഖേന നമുക്ക് ലഭിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ കുമ്പസാരം മുഖേന നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാനും എൻ്റെ ദൈവമായ സ്നേഹത്തിൽ എന്തെങ്കിലും ഒരു തകർച്ച കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുമ്പസാരം മുഖേന ഈ തകർച്ചകൾ നീങ്ങിപ്പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, കുമ്പസാരം 2 തരമുണ്ട്, അല്ലെങ്കിൽ പാപം 2 തരമുണ്ട്. ഒന്നാമത്തെ തരം പാപം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ് ആണ്. രണ്ടാമത്തെ തരം പാപം അരോഗൻസ്. ഇഗ്നോറൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ്റെ നിന്നും കാണാതെ പോയ പെൻസിൽ, പേന അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് ഇത് കാണാതാകുമ്പോൾ മാതാപിതാക്കളുടെ ഭയം പേടിച്ചുകൊണ്ട്, മാതാപിതാക്കളുടെ ശിക്ഷ പേടിച്ചുകൊണ്ട് അവൻ മറ്റൊരു വ്യക്തികളിൽ നിന്നും ഈ സാധനം എടുത്തോണ്ട് വരുന്നു. അപ്പോൾ അവൻ്റെ അത് ഇഗ്നറൻസ് ആണ്. അവൻ അറിയത്തില്ല ഇത് പാപമാണ്. ആ കുഞ്ഞിന് അറിയില്ല ഇത് പാപമാണെന്ന് അവൻ അറിയുന്നില്ല. അപ്പോൾ മാതാപിതാക്കളുടെ ഭയം കാരണം അവനത് ചെയ്യുന്നു. എന്നാൽ അരോഗൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഇതാണെന്ന്. ട്രാഫിക് സിഗ്നലിൽ നമ്മൾ നിൽക്കുമ്പോൾ ചുമല മഷിയുള്ള നിറം അല്ലെങ്കിൽ ചുമല റെഡ് ലൈറ്റ് എന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കേണ്ടതാണ്. പക്ഷെ ഒരു വ്യക്തി അഹങ്കാരം കാരണം അവൻ ഇടിച്ചു പോകുമ്പോൾ അവൻ മരണത്തിലേക്ക് പോകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, പാപം മരണത്തിലേക്കുള്ളൊരു വഴിയാണ്. ദൈവം നമ്മുടെ മുമ്പിൽ ചില അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് നീ പ്രവേശിക്കാൻ പാടില്ല. ഇതിനപ്പുറത്തേക്ക് നീ പ്രവേശിച്ചാൽ നിനക്ക് സങ്കടമുണ്ടാവും, നിങ്ങളുടെ ജീവിതം ഇല്ലാതാകും. നമ്മൾ മനസ്സിലാക്കണം, കുമ്പസാരം നമ്മളെ ഈ പാപത്തിലേക്ക് വീഴാനും ഈ പാപത്തിൻ്റെ അടിമയായി ജീവിക്കാൻ വേണ്ടി നമ്മളെ അനുവദിക്കത്തില്ല. രക്ഷയാണ് കുമ്പസാരം, പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് നോക്കാം. 2 വചനം, കുമ്പസാരത്തെ സൂചിപ്പിക്കുന്ന 2 വചനം നമുക്ക് കേൾക്കാം. ഒന്നാമത്തെ വചനം സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-ാം വാക്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തെറ്റുകൾ മറച്ചു വെക്കുന്നവൻ ഐശ്വര്യം ഉണ്ടാവുകയില്ല, അവൻ ഏറ്റു പറഞ്ഞാൽ ത്യജിക്കുന്നവൻ കരുണ ലഭിക്കും. തെറ്റുകൾ ഏറ്റു പറഞ്ഞാൽ ദൈവം കരുണ കാണിക്കും. അപ്പോൾ കുമ്പസാരത്തിൻ്റെ ആദ്യത്തെ ഒരു ഫലം, കുമ്പസാരിച്ചാൽ ആദ്യത്തെ ഫലം കരുണയാണ്. രണ്ടാമത്തെ വചനം നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 1:9 നമുക്ക് നോക്കാം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നില്ലെങ്കിൽ അവൻ വിശ്വസ്തതയും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കണം, ആദ്യം കൃപ, കരുണ ലഭിച്ചു നമ്മളിലേക്ക് കടന്നു വരും. രണ്ടാമത്തത് കർത്താവായ യേശുമിശിഹായുടെ ശുദ്ധീകരണം നമ്മളിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയ്ക്കും വേണ്ടിയും ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തിനു വേണ്ടി നമുക്ക് കുമ്പസാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മളെല്ലാവരും പാപികളാണ്. എല്ലാവർക്കും പാപം കടന്നു വന്നിട്ടുണ്ട്. ഞാനായാലും വിശ്വാസികളായാലും കർദിനാൾമാരായാലും മെത്രാന്മാരായാലും മാർപ്പാപ്പയായാലും എല്ലാവരും പാപികളാണ്. പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ കരുണയാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ ഒരിക്കലും പാപി എന്ന് വിളിക്കുന്നില്ല. വി ആർ സിന്നേഴ്സ്. ബട്ട് കർത്താവ് നമ്മളെ ആരും തന്നെ നമ്മളെ പാപി എന്ന് വിളിക്കുന്നില്ല. ദ പേഴ്സൺ ഹു കമ്മിറ്റ്സ് സിൻ ഈസ് നോട്ട് എ സിന്നർ, ബട്ട് ദ പേഴ്സൺ ഹു ലവ് ടു ലിവ് ഇൻ സിൻ ഈസ് എ സിന്നർ. അതായത് പാപം ചെയ്യുന്ന വ്യക്തി പാപിയല്ല, പക്ഷെ പാപത്തിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പാപി. അതാണ് നമ്മൾ മനസ്സിലാക്കണം. പാപം ചെയ്യുന്ന വ്യക്തി പാപിയല്ല, പാപത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്
പാപി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പാപത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഈ പാപത്തെ എല്ലാം ഉപേക്ഷിക്കണം, എടുത്ത് കളയണം. ഇതിനെല്ലാം ജീവിതത്തിന് എടുത്ത് കളയണം. എങ്ങനെ? നമ്മൾ വായിച്ച വചനം, പ്രാർത്ഥിച്ച സമയം, വിശുദ്ധ കുർബാന, നമ്മൾ വിശുദ്ധന്മാരുടെ നൊവേന പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, ഇതെല്ലാം നമ്മൾ ചൊല്ലും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വരം വരും, നീ പോകുന്ന വഴി തെറ്റാണ്, ഈ വഴി കൂടി നീ സഞ്ചരിക്കാൻ പാടില്ല. ഇതാണ് ദൈവം നമുക്ക് തരുന്ന ഒരു അവസരം. തിരിച്ച് കർത്താവിലേക്ക് കടന്നു വരണം എന്നൊരു അവസരം ദൈവം നമുക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാം പാപത്തിനൊരു ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ ബന്ധനമായി തീരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് നമ്മൾ അകന്നു പോകും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ലോകരക്ഷകനായ ഈശോവേ, എൻ്റെ പാപങ്ങളേറ്റ് ഞാൻ എൻ്റെ പാപങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ പാപങ്ങൾ സ്വീകരിച്ച് എനിക്ക് കൃപ തരണമേ, അനുഗ്രഹം തരണമേ. നമുക്ക് നല്ലൊരു കുമ്പസാരത്തോടെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.